ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്തു വിട്ടേക്കുന്ന ബട്ടർ ചിക്കനും അതേപോലെ കേർഡ് റൈസും പിന്നെ വെണ്ടയ്ക്ക ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം കാണിക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, കുറേ മുമ്പാന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. സോ എന്തായാലും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനും എടുക്കാം. പക്ഷേ പൊതുവേ ഇവിടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ബോൺലെസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം 1/2 കിലോ ബോൺലെസ് ചിക്കനിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, അത് കഴിഞ്ഞിട്ട് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കണേ. പിന്നെ തൈരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങനീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തൈരും നാരങ്ങനീരും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അധികം സമയം എടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ കുക്കിംഗ് ടൈം കുറച്ചും കൂടി കുറയും. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. വലിയ വെച്ചാൽ ഭയങ്കര വലുതല്ല, എന്നാൽ നമ്മൾ സാധാരണ ബട്ടർ ചിക്കൻ കട്ട് ചെയ്യുന്ന പോലെ തിൻ പീസസ് ആയിട്ടല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു പീസസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് കുക്കിങ്ങിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളേ. ഇത് അത്യാവശ്യം ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത ഒരു ബാച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഒരു ഓയിലും പിന്നെ ആ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ പൊടികളൊക്കെ, അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിക്കളയാണ്. എന്നിട്ട് സെയിം പാനിൽ തന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉള്ളിയും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറ് ഭയങ്കരമായിട്ടങ്ങ് മാറി ഭയങ്കര ഡാർക്ക് കളർ ആവണമെന്നൊന്നുമില്ല. അത്യാവശ്യം ഒരു പിങ്ക് കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തേക്കുന്നത് മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലും നല്ല കളർ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിനിമം ഒരു 8-10 കാഷ്യൂനട്ടെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ അഥവാ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ക്രീമി ടെക്സ്ചർ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഒരു 10 കാഷ്യൂനട്ടോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. പിന്നീട് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം കാശ്മീർ റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് അത്യാവശ്യം നല്ല കളർ വേണമല്ലോ, അതുകൊണ്ടാണ് കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇളക്കിയതിന് ശേഷം അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. അതേപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം, അതിന് ആവശ്യമുള്ളത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബട്ടർ ചിക്കൻ എപ്പോഴും ചെറിയൊരു മധുരം ഉണ്ടാവും കറിക്ക്. ഇത് ഒട്ടും സ്പൈസി ആയിട്ടുള്ള കറിയല്ല, ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം. ഞാൻ എക്സ്ട്രാ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. അതിലുണ്ടായിരുന്ന വെള്ളം എങ്ങനെയുണ്ടോ അത്ര തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ല ഫൈൻ പേസ്റ്റഡ് അരച്ചെടുക്കാം. പിന്നീട് നമ്മളിത് അരിച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ അരിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കുകയും ചെയ്യാം. ഇനി അതെല്ലാം കുറച്ച് മാത്രം വേസ്റ്റ് വരുന്നെങ്കിൽ അതങ്ങ് കളയാം കേട്ടോ. ഇപ്പോൾ ഇത് അരിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ഗ്രേവി. സോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നേരിട്ട് അങ്ങനെ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഗ്രേവി എല്ലാം അരിച്ചെടുത്തപ്പോൾ ഇത്രയും വേസ്റ്റ് വന്നിട്ടുള്ളൂ. ഇത് നമുക്കങ്ങ് കളയാം. ഇനി ബാക്കിയുള്ള ആ ഒരു ഗ്രേവിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് അങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയി പോകും. അങ്ങനെയല്ല, ഈ കറി കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇത്രയും മതിയാവും കേട്ടോ, ഇത്രയും ലൂസായിട്ടിരുന്നാൽ മതിയാവും. ഇനി ഈ കറി ഒന്ന് ചൂടായി വരണം, ഒന്ന് ചെറുതായിട്ട് ബബിളൊക്കെ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇത്ര മതിയാവും. ഒരുപാട്
ഒരുപാടിട്ട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ബബിളൊക്കെ വന്നു തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഗ്രേവി ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അഥവാ കളർ പോരാൻ തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ കറിയുടെ കളർ പോരാ, കുറച്ച് ലൈറ്റായി പോയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കറി ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കസൂരി മെത്തി കയ്യിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അഥവാ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഷ്യൂനട്ടിന്റെ കൗണ്ട് കുറച്ച് കൂട്ടിയാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അതില്ലാതെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ കാഷ്യൂനട്ട് കുറച്ച് അധികം ചേർക്കുന്നേ ഉള്ളൂ. പക്ഷെ ക്രീം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മളെല്ലാം ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാണ്. നിങ്ങൾ ഇതുവരെയായിട്ട് ഇത് കഴിച്ചിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് കേർഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് മേ ബി നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് കേർഡ് റൈസ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ റൈസ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടിയോളം വെള്ളം ചേർക്കണം. അതായത് 1 ഗ്ലാസ് റൈസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഈ റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. റൈസ് ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ, റൈസ് ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അതുപോലെ വേവിക്കുന്ന സമയത്ത് കുറച്ച് പാല് ചേർത്ത് വേവിക്കുകയാണെങ്കിലും റൈസ് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഞാനിവിടെ പാല് പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ മാഷ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാലും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ക്രീം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്രീമി ടെക്സ്ചറിൽ കേർഡ് റൈസ് കിട്ടും, അത്രയേ ഉള്ളൂ. അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ പാലും ഫ്രഷ് ക്രീമും ചേർത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്തു. തൈര് ഇങ്ങനെ എക്സാക്ട് ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ ചേർത്ത് കൊടുക്കുന്നതോറും നമുക്ക് തോന്നുമല്ലോ കുറച്ചും കൂടി വേണ്ടി വരുമെന്ന്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എത്രയാണ് നിങ്ങൾ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റൈസ്. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. കരിവേപ്പില ഇങ്ങനെ പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി ആയാലും ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്തു. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടും മുന്തിരിയും സാധാരണ കാഷ്യൂനട്ട് ഇടാറുണ്ട് ആൾക്കാർ. മുന്തിരി ഒരു നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ എന്നാൽ നിങ്ങൾക്കൊരു ടെമ്പിൾ സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് ഫ്രൈ ആയി ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നേരിട്ട് നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റൈസിലേക്ക് ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, പൊമഗ്രാനറ്റ് ചേർത്ത് കൊടുക്കാം, ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊമഗ്രാനറ്റ് ഇല്ലായിരുന്നു, പക്ഷെ അതിന് പകരം ഗ്രേപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പുളി ഇല്ലാത്ത ഗ്രേപ്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേർഡ് റൈസ് റെഡിയാണ് കേട്ടോ. ഈ സീസണിൽ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതേപോലെ വല്ലപ്പോഴും കേർഡ് റൈസ് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ അച്ചാർ ഉണ്ടെങ്കിൽ അടിപൊളി കോംബോ ആണ്. പക്ഷെ ഞാൻ ഇന്ന് കൊടുത്തു വിട്ടത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. കാരണം പൊതുവെ ജിജുവേട്ടൻ ഓഫീസിലേക്ക് അങ്ങനെ അച്ചാറൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചപ്പം വീട്ടിൽ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ആക്കി കൊടുത്തു വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലൊരു വെണ്ടയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ലത്, അതില്ലെന്നുണ്ടെങ്കിൽ സവാള ആയാലും മതി. അപ്പോൾ ഞാനിവിടെ സാധാരണ സവാളയാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്കും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആ വെണ്ടയ്ക്കയിൽ കുറച്ചൊരു സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ, അത് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു പകുതിയൊക്കെ വേവാവുന്ന സമയത്ത് വെണ്ടയ്ക്ക ഓൾമോസ്റ്റ് ഒന്ന് വെന്ത് വന്നു, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി തോന്നുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി,
പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉള്ളൂ. സോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 3 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ലഞ്ച് ബോക്സ് വീഡിയോസ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടാറ്റാ.